എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. എല്ലാവരും സന്തോഷമായിരിക്കുന്നത് കർത്താവിൽ വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷത്തിന് ദൈവം ഇടയാക്കും. അതുകൊണ്ട് നമുക്ക് പിന്നെയും കർത്താവിൻ്റെ അടുക്കലേക്ക് അടുത്തു വരാം. നമ്മെ കർത്താവ് സഹായിക്കും. 91-ാം സങ്കീർത്തനത്തിൽ അതിൻ്റെ 14-ാമത്തെ വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. സ്തോത്രം. നമ്മുടെ രാഷ്ട്രീയ മേഖല ഒന്ന് പരിശോധിച്ചാൽ അവരുമായിട്ട് ചായ്വുള്ളവർക്ക്, അധികാര സ്ഥാനങ്ങളിലിരിക്കുന്നവർ വഴിവിട്ട് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് നമുക്ക് പരിചിതമായ കാര്യങ്ങളാണ്. അത് വേറൊരാൾക്ക് അർഹതപ്പെട്ടതെടുത്താണ് മറ്റുള്ളവർ കൊടുക്കുന്നത്. അതാണല്ലോ ഈ ബാക്ക് ഡോർ അപ്രോച്ച് അല്ലെങ്കിൽ വഴിവിട്ട സമീപനത്തിൽ കൂടി നേടിയെടുക്കുന്നത്. നിശ്ചയമായും അവർ അതിന് പൂർണ്ണമായിട്ടും അർഹതയുള്ളവരല്ല, എന്നിട്ടും അത് അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. കാരണം അവരുമായിട്ടുള്ള ഒരു സ്നേഹബന്ധം, അടുപ്പം, അതാണ് അതിന് പിന്നിലെ കാരണം. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തോട് അടുത്തു ചെന്നാൽ, ദൈവത്തോട് പറ്റിയിരുന്നാൽ എന്ന് പറഞ്ഞാൽ ചേർന്നിരിക്കുക, ദൈവത്തോട് ചേർന്നിരിക്കുക, ഒരു അകലവും പാലിക്കാതെ സ്നേഹിതന്മാർ ഒന്നിച്ചിരിക്കുന്നത് പോലെ, അപ്പനും മക്കളും ഒന്നിച്ചിരിക്കുന്നത് പോലെ നമുക്കും ദൈവത്തോട് ചേർന്നിരിക്കുവാൻ കഴിയണം. അങ്ങനെ ചേർന്നിരിക്കുവാൻ കഴിഞ്ഞാൽ ദൈവം പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. വിടുവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രതികൂല സാഹചര്യത്തിൽ, ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ മനുഷ്യർക്കാർക്കും വിടുവിക്കുവാൻ അല്ലെങ്കിൽ സഹായിക്കുവാൻ കഴിയാത്ത സന്ദർഭത്തിൽ ഇതാ ദൈവത്തിൻ്റെ വലിയ ഒരു ഉറപ്പ് നമുക്ക് നൽകുന്നു: ഞാൻ അവനെ വിടുവിക്കും. കാരണം അവൻ എന്നോട് ചേർന്നിരിക്കുന്നു. ഞാനും അവനുമായി ഏറ്റവും നല്ല ബന്ധത്തിൽ നിലനിൽക്കുന്നു. അതുകൊണ്ട് ഞാൻ അവനെ സഹായിക്കും, ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. സ്തോത്രം. ഉയർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരു അനുഗ്രഹം. ദൈവത്തെ സ്നേഹിച്ചതിൻ്റെ പ്രതിഫലമായി, ദൈവത്തോട് ചേർന്നിരിക്കുന്നതിൻ്റെ പ്രതിഫലമായി, ദൈവത്തെ വിശ്വസിക്കുന്നതിൻ്റെ പ്രതിഫലമായി ദൈവമക്കളെ ദൈവം ഉയർത്തും. മറ്റുള്ളവരുടെ മുൻപിൽ അതൊരു വലിയ അത്ഭുതമായി തീരും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നാം ദൈവത്തോട് ചേർന്നിരുന്നാൽ, ദൈവത്തെ സ്നേഹിച്ചാൽ, ദൈവത്തെ അനുസരിച്ചാൽ, അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരും. ദൈവത്തോട് പറ്റിയിരിക്കുക അല്ലെ ചേർന്നിരിക്കുക എന്ന് പറയുമ്പോൾ അത്ര നിസ്സാരമായ കാര്യമല്ല. ദൈവം വിശുദ്ധനാണ്, നാമും അതുപോലെ വിശുദ്ധരായിരിക്കണം. സത്യസന്ധതയും നിഷ്കളങ്കതയും ആത്മാർത്ഥതയും പരമാർത്ഥതയും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ദൈവത്തോട് ചേർന്നിരിക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, നാം വിചാരിച്ചാൽ അത് നടക്കാത്ത കാര്യമല്ല. ഇതുവരെ നാം മനുഷ്യരോട് ചേർന്നിരുന്നില്ലേ, ഒന്നും നേടുവാൻ സാധിച്ചില്ല. എന്നാൽ ഇപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് ദൈവത്തോട് ചേർന്നിരിക്കാം, ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കാം. നിശ്ചയമായും ഹല്ലേലൂയ, നമ്മെ അനർത്ഥങ്ങളിൽ സഹായിക്കുന്ന ഒരു ദൈവം, നമ്മുടെ ഹല്ലേലൂയ ആവശ്യഘട്ടത്തിൽ നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവം, നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്ന ഒരു ദൈവം, നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം ഇതാ നമ്മെ ഓരോരുത്തരെയും മാടി വിളിക്കുകയാണ്: കുഞ്ഞേ, നീ എൻ്റെ അടുക്കിലേക്ക് വാ, ഞാൻ നിന്നെ വിടുവിക്കാം, ഞാൻ നിന്നെ ഉയർത്താം, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ദൈവവചനം ഏറ്റെടുക്കുക. നിശ്ചയമായും ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. കരിസ്മ പ്രയർ മിനിസ്ട്രി നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു.